ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മരിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്റർനെറ്റ് ലോകം മുഴുവൻ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യമാണിത്. വെറുമൊരു ചോദ്യമല്ല. സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് നൂറുകണക്കിന് പോസ്റ്റുകളാണ് പ്രചരിക്കുന്നത്. ചിലർ പറയുന്നു ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്ന്. മറ്റു ചിലരുടെ വാദം അദ്ദേഹം എവിടെയോ ഒളിവിൽ കഴിയുന്നുവെന്നാണ്. ഇതിനിടയിൽ നെതന്യാഹു ജീവനോടെ ഉണ്ടെന്ന് കാണിക്കുന്ന ചില വീഡിയോകൾ പുറത്തു വന്നു. പക്ഷേ കഥ അവിടെയും തീർന്നില്ല. ആ വീഡിയോകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ രേഖകളാണെന്ന് ഇന്റർനെറ്റ് വിധി എഴുതി. ഈ സംശയം തുടങ്ങാൻ ഒരു കാരണമുണ്ട്. ഒരു വീഡിയോയിൽ നെതന്യാഹു സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൈകൾക്ക് 6 വിരലുകൾ ഉള്ളതുപോലെ തോന്നിപ്പിച്ചു. AI ചിത്രങ്ങളിൽ സാധാരണമായി സംഭവിക്കാറുള്ള ഒരു പിഴവാണിത്. ഇതോടെ നെതന്യാഹു മരിച്ചുവെന്നും ഇസ്രായേൽ ഇപ്പോൾ പുറത്തുവിടുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് ഉണ്ടാക്കിയ ദൃശ്യങ്ങളാണെന്നുമുള്ള പ്രചാരണം കാട്ടുതീ പോലെ പടർന്നു. ഒടുവിൽ നെതന്യാഹു തന്നെ ഇതിന് മറുപടിയുമായി രംഗത്തെത്തി. ജെറുസലേമിലെ ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുന്ന വീഡിയോ അദ്ദേഹം പങ്കുവച്ചു. തന്റെ 2 കൈകളിലെയും 5 വിരലുകൾ ക്യാമറയ്ക്ക് മുന്നിൽ കാണിച്ച് അദ്ദേഹം തമാശയായി പറഞ്ഞു, ഞാൻ കാപ്പി കുടിക്കാൻ വേണ്ടി മരിച്ചതാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും സംശയം തീർന്നില്ല. ആളുകൾ ആ വീഡിയോ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിമായി പരിശോധിക്കാൻ തുടങ്ങി. ചുണ്ടിന്റെ ചലനങ്ങളിൽ മാറ്റമുണ്ടെന്നും കപ്പിലെ കാപ്പിയുടെ അളവ് മാറുന്നില്ലെന്നും പറഞ്ഞ് അവർ വീണ്ടും വിവാദങ്ങളുണ്ടാക്കി. ഇലോൺ മസ്കിന്റെ AI ആയ ഗ്രോക്ക് ഈ വീഡിയോ വ്യാജമാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതോടെ സോഷ്യൽ മീഡിയയിലെ പുകില് കൂടി. സത്യത്തിൽ നെതന്യാഹു ജീവനോടെയുണ്ട്. പക്ഷേ യുദ്ധകാലത്ത് വിവരങ്ങൾ എങ്ങനെ ഒരു ആയുധമായി മാറുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. മിസൈലുകളെക്കാൾ വേഗത്തിൽ ഇന്ന് വ്യാജ വാർത്തകൾ സഞ്ചരിക്കുന്നു. എന്നാൽ ഈ വിവാദങ്ങൾക്കിടയിൽ മറ്റൊരു വശമുണ്ട്. നെതന്യാഹു നേരിടുന്ന അഴിമതി കേസുകളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ ഈ യുദ്ധാന്തരീക്ഷം അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ടോ? തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനായി യുദ്ധത്തെ ഒരു കവചമായി അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടോ എന്നതാണ് ഇന്ന് ലോകം ചോദിക്കുന്നത്. നെതന്യാഹു മരിച്ചോ ഇല്ലയോ എന്നതല്ല ഇന്നത്തെ വലിയ ചോദ്യം. മറിച്ച് യുദ്ധം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇനി എത്ര കാലം അതിജീവിക്കും എന്നതാണ്.